കൂട്ടുകാർക്ക് നമസ്കാരം. നല്ല നല്ല സിനിമകൾ ചെയ്യുന്ന സംവിധായകർ അവരുടെ കരിയറിൽ എപ്പോഴെങ്കിലും ഒരു കൂറപ്പടം ചെയ്യും. പക്ഷേ അപ്പോൾ ആറാട്ടുപുഴ പിക്നിക്കിന് പോകണോ അത് ഏരീസ് പ്ലസിൽ FDFസിന് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരീസ് പ്ലസിൽ FDFസിന് പോയാൽ മതി എന്ന് പറയുന്ന സിനി ഫയലുകൾക്ക് അവർ ഇതേപോലെ വിശ്വസിക്കുന്ന സംവിധായകർ ഭയങ്കര ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ വിളിച്ചിരുത്തി 2.5 മണിക്കൂർ കഴുത്തിറക്കുമ്പോൾ സാധാരണ ഒരു കൂറപ്പടം കാണുമ്പോൾ വരുന്ന ദേഷ്യത്തിനേക്കാളും സങ്കടത്തിനേക്കാളും 10 മടങ്ങ് വരും. അപ്പോൾ സാധാരണ നിലയിൽ 8 നിലയിൽ പൊട്ടേണ്ട പടമൊക്കെ 16 നിലയിലൊക്കെ പൊട്ടും. അങ്ങനെ ഒരു സംഭവം ഈ അടുത്ത് തെലുങ്ക് സിനിമ, ഈ അടുത്തല്ല കുറച്ച് കാലം മുമ്പ് തെലുങ്ക് സിനിമയിൽ നടന്നിരുന്നു. ആ സമയത്ത് മഹേഷ് ബാബുവും പവൻ കല്യാണും തെലുങ്ക് സിനിമയിലെ ടോപ്പ് സ്റ്റാർസ് ആയിരുന്ന സമയം. ആളുകൾക്ക് ഏറെ വിശ്വാസം ഉണ്ടായിരുന്ന മുരുകദോസും ത്രിവിക്രം ശ്രീനിവാസും പവൻ കല്യാണിനെ മഹേഷ് ബാബുവിനെ വെച്ച് പടം എടുത്തുകൊണ്ടിരുന്ന സമയം. എസ് സൂര്യക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മഹേഷ് ബാബുവിനെ കോമാളിയാക്കിയെന്ന് പറഞ്ഞ് മഹേഷ് ബാബു ഫാൻസ് സ്പൈഡറിനെ ഇന്ത്യൻ സിനിമയിൽ ബോംബെ വല്ലൂരിന് ശേഷമുള്ള ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആക്കി മാറ്റിയപ്പോൾ കൃത്യം 4 മാസം തികയുന്നതിന് മുമ്പ് പവൻ കല്യാൺ സ്വയം കോമാളി കളിച്ച് അജ്ഞാതവാസി എന്ന് പറഞ്ഞൊരു പടം ഇറക്കി സ്പൈഡറിന്റെ റെക്കോർഡ് പൊട്ടിച്ചു. സ്പൈഡർ കാലം കഴിയുന്നതോറും വീര്യം കൂടി വരുമ്പോൾ കാലം കഴിയുന്നതോറും ശത്രുക്കൾക്ക് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പടമായിട്ട് പരിണമിച്ച് വന്ന പവർ സ്റ്റാറിന്റെ 110 KB കൊണ്ടാട്ടമാണ് ഇന്നത്തെ നമ്മുടെ ബൊഫയിൽ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടതെടുത്ത് കഴിച്ചോണം, ഒന്നും കിട്ടിയില്ലെന്ന് അവസാനം പരാതി പറയരുത്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഒരു അമൂൽ സാർ അങ്ങേരെ റോഡിലിരുന്ന് നല്ല റോഡിൽ കൂടി ഇങ്ങനെ പൊളപ്പം പാട്ടൊക്കെ കേട്ട് പോകുമായിരുന്നു. പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ അങ്ങേര് കല്ലും മുള്ളം നിറഞ്ഞൊരു ഇടപ്പാതയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുന്നു. ആ കല്ലും മുള്ളം നിറഞ്ഞ പാത അദ്ദേഹത്തെ സ്വർഗ്ഗത്തിലെത്തിക്കുന്നു. വായി നോക്കി വണ്ടി ഓടിച്ചവൻ വണ്ടി ഇടിച്ച് മരിച്ചു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് അതൊന്നുമല്ല, അവിടുത്തെ ഫോറിൻ ഗുണ്ടകളുടെ ഒരു പ്ലാനിംഗ് ആണ്. ചുമ്മാ ഒരു ബുള്ളറ്റിൽ തീർക്കാവുന്ന കാര്യത്തിന് വെളുപ്പാങ്കാലത്ത് 5:30 അലാറം വെച്ച് എഴുന്നേറ്റ് ഇവൻ വരുന്ന വഴിയൊക്കെ മാപ്പിൽ വരച്ച് വേറൊരു സ്ഥലത്ത് പോയി 5 പേര് മണ്ണ് തോണ്ടിക്കൊണ്ടുവന്ന് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പാലം ഉണ്ടാക്കി, എന്നിട്ട് അത് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്ത് ഒറിജിനാലിറ്റിക്ക് വേണ്ടി കുറ്റിച്ചെടി വരെ അതിൻ്റെ പക്കത്തുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നു. പിന്നെ ഇത്രയും പ്ലാനിങ് മാത്രമല്ല, പ്രൈമറി എക്സാമിനേഷൻ കൂടെ ചേർത്താണ് പാക്കേജ്. ഇവൻ ശരിക്കും ചത്തോ അതോ ചത്തതുപോലെ അഭിനയിക്കുകയാണോ എന്ന് അറിയുന്ന ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പല്ല് ഡോക്ടറാടാ പുല്ലേ, അല്ല ഐ മീൻ ഇത്രയും കാലം ഫീൽഡിലുള്ളതല്ലേ, അതുകൊണ്ട് അങ്ങനെ പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ സിഗ്നൽ വന്നു, ഡെഡ് ഹോഗയ. പക്ഷെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഓടിക്ക് ഇതിനേക്കാൾ നല്ലൊരു പരസ്യം കിട്ടാനില്ല. കോടികൾ കൊടുത്ത് ഞങ്ങളുടെ വണ്ടി വാങ്ങിയാൽ കോടി കൊണ്ട് പുതപ്പിച്ച് നിങ്ങളുടെ വീട്ടിലെത്തിക്കാം. നമ്മുടെ പുതിയ പരസ്യം എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓഡിയോ നാണം കെടുത്തി ആക്ച്വലി ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. നീയൊക്കെ ജീവന് വേണ്ടി ഓടുന്ന പോലെ ഒരു പടം എടുത്ത് കാണിക്കാടാ മലരുകളെ എന്ന് സംവിധായകൻ ഉറക്കെ പറയുന്നതാണ് നമ്മൾ അവിടെ കേട്ടത്. അപ്പോൾ തട്ടിപ്പോയതിൻ്റെ തന്തയാണ് ഈ ബാൽക്കണി എന്ന് കാറ്റ് കൊള്ളുന്നത്. രാവിലെ മോൻ മരിച്ചതിൻ്റെ സങ്കടത്തിൽ അങ്ങേറെ ഓഡിറ്ററി കനാൽ അടിച്ചു പോകേണ്ടതാണെന്ന് തോന്നുന്നു. അങ്ങേറെ തൊട്ട് പുറകിൽ ആൾക്കാരെ വെടിവെച്ച് വന്നിട്ട് അങ്ങേരെ അതൊന്നും കേൾക്കുന്നേയില്ല. അവസാനം അങ്ങേരെ തിരിഞ്ഞു നോക്കും. അപ്പോൾ വന്ന കൊണ്ട ഫേസ് ടൈം ഓൺ ചെയ്ത് അങ്ങേരെ കൊല്ലാൻ വിട്ട ആൾക്കാരുടെ ശബ്ദം കേൾപ്പിക്കാം. അതിൽ 2 പേരുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ഒന്ന് വർമ്മ, വേറൊന്ന് ശർമ്മ. അങ്ങനെ അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗുണ്ട ഡാഡിയെ ഷൂട്ട് ചെയ്യും. എന്താണെങ്കിലും വെടി കൊണ്ട ഡാഡി ഒരു ഇല കൊഴിഞ്ഞു പോകുന്ന പോലെ താഴേക്ക് പോകും. 10 രൂപയുടെ തട്ടുമുറ കുട്ടപ്പൻ്റെ സാഹിത്യം വിളമ്പിയൊന്നും അല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും കൊഴിഞ്ഞു വീണ ലീഫ് ഡാഡി അങ്ങേറെ വീട്ടിലേക്ക് തന്നെ കറക്റ്റായിട്ട് എത്തിച്ചേരും. അപ്പോൾ ട്രാൻസ്ഫോർമേഷന് മുമ്പുള്ള ഖുശ്ബു മാഡമാണ് ലീഫ് ഡാഡിയെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ 2 ഓഫീസേഴ്സ് വന്നിട്ട് ഒരേ ദിവസം വളരെ നാച്ചുറലായിട്ട് മരിച്ച നിങ്ങളുടെ മോൻ്റെയും കെട്ടിയവൻ്റെയും പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇന്ന് രാവിലത്തെ കൊറിയറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കും. പെട്ടി തുറന്ന് നോക്കുമ്പോൾ താണ്ട് അതിനകത്ത് വെടി കൊണ്ടപ്പോൾ ലീഫ് ഡാഡി കിട്ടുന്ന നൈറ്റ് ഗൗൺ വരെ ഉണ്ട്. അങ്ങനെ ഖുശ്ബു മാഡം ആ പെട്ടിയിൽ നിന്ന് വെടികൊണ്ട് തുള വീണ നൈറ്റ് ഗൗൺ എടുത്ത് ഇങ്ങനെ മണപ്പിച്ച് ഭർത്താവുമായിട്ടുള്ള മധുര നിമിഷങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മിഷൻ ഓർമ്മിച്ചത്. അപ്പം തന്നെ ആ പെട്ടിയിൽ നിന്ന് ഖുശ്ബു മാഡം ലീഫ് ഡാഡിയുടെ ഐഫോൺ എടുക്കുന്നു. എന്നിട്ട് ഒരുമാതിരി മൈക്രോമാക്സ് A16 തുറക്കുന്ന പോലെ നടുക്ക് ഞെക്കി അങ്ങ് തുറക്കുന്നു. അനൗൺസ് ചെയ്ത ഉടനെ കെട്ടുതാലി വരെ പണയം വെച്ച് ജീരകാരിഷ്ടം കുടിച്ച് മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് ഐഫോൺ മേടിക്കുന്നവർക്കൊക്കെ മലരെ വില അല്ലയോടാ നീ കൊടുക്കുന്നത്. അപ്പോൾ മരിച്ചെങ്കിലും ലീഫ് ഡാഡി ഖുശ്ബു മാഡത്തിൻ്റെ ഭർത്താവായിരുന്നല്ലോ. അതുകൊണ്ട് ഖുശ്ബു മാഡം ഉടനെ ഫോൺ തുറന്നിട്ട് ആദ്യം ഫോണിൽ റെക്കോർഡർ എടുത്ത് നോക്കും. അപ്പോൾ താണ്ട് ആ വീഡിയോ കോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലീഫ് ഡാഡി റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് ഉറപ്പായി തന്തയെ മോനെ കൊന്നതാണെന്ന്. അതുവരെ അവർക്ക് ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. എന്താ രാവിലെ മോനെ കാർ ആക്സിഡൻറ്റിലും രാത്രി തന്തയ്ക്ക് വെടികൊണ്ട് മരിച്ചൂടെ. അപ്പോൾ റെക്കോർഡിംഗ് കേട്ടപ്പോൾ തന്നെ ഖുശ്ബുവിന് പവർ കയറി. ഇനി അപ്പോൾ പവർ സ്റ്റാറിനെ വിളിക്കണം. ഇപ്പോഴല്ലേ നമ്മൾ നമ്പറൊക്കെ ഫോണിൽ സേവ് ചെയ്യുന്നത്. പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നിലും മരപ്പത്തിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വയ്ക്കും. അങ്ങനെ ഖുശ്ബു ചേച്ചി വന്ന് ഡയറി തുറന്നൊരു നമ്പർ തപ്പും. അപ്പോൾ നമ്മൾ പവർ സ്റ്റാറിനെയാണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ നമ്പറിൽ തന്നെ ഒരു പവർ വേണം. അതിനെന്ത് ചെയ്യാം? സാധാരണ എല്ലാ നമ്പറും 10 ഡിജിറ്റ് അല്ലേ, നമുക്കൊരു 12 ഡിജിറ്റ് നമ്പർ അങ്ങ് ഉണ്ടാക്കാം. നമ്മുടെ ഹരീഷിനെ ഒളിപ്പിച്ചതിനേക്കാൾ വൃത്തിക്ക് ഡയറി ഒളിപ്പിച്ചിരുന്നതുകൊണ്ട് ആ 12 ഡിജിറ്റ് ഡയൽ ചെയ്താൽ ഉടനെ പവർ സ്റ്റാറിനെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്നാൽ നിങ്ങളാണ് മണ്ടന്മാർ. ആദ്യം ഖുശ്ബു മാഡം ആ 12 അക്കം ഡയൽ ചെയ്ത് ഊട്ടിയിലുള്ള മാമനെ വിളിക്കും. മാമൻ വീണ്ടും ഒരു 12 അക്കം ഡയൽ ചെയ്ത് ആസാമിലുള്ള മച്ചാനെ വിളിക്കും. അങ്ങേര് വീണ്ടും ഒരു 12 അക്കം ഡയൽ ചെയ്ത് ഒരു വ്യാളിച്ചിറക്കിന് ഫോണും കൊടുത്ത് വിടും. അവൻ്റെ കിഴപ്പിന് അവൻ കൊക്കയുടെ തുഞ്ചത്ത് ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൽ തലകുത്തി കിടന്ന് ഏതോ ആപ്പിൾ പറിക്കുന്ന പെണ്ണുമ്പിള്ളയെ വിളിക്കും. എന്നിട്ട് അവരവരുടെ കുരിപ്പിനോട് മാമനെ കൊണ്ടുപോയി ഫോൺ കൊടുക്കാൻ പറയും. നിങ്ങൾ പേടിക്കേണ്ട, ആ മാമൻ നമ്മുടെ പവർ സ്റ്റാറാണ്. യമുന ഇറങ്ങി അപ്പോൾ പവർ സ്റ്റാർ വണ്ടി പിടിച്ച് മലയുടെ മുകളിൽ ചെന്ന് അങ്ങനെ മാല പണയം വെച്ച് അടി ഉണ്ടാക്കുകയാണ്. എന്തിനൊന്നും ചോദിക്കരുത്, പവർ സ്റ്റാറിന് ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. പവർ സ്റ്റാർ ഓരോരുത്തരായിട്ട് കരാട്ട കാണിച്ച് അടിച്ചിടുമ്പോൾ ഒരുത്തൻ അങ്ങനെ മുതുകത്ത് മരപ്പലക കൊണ്ടുവന്ന് അടിച്ച് പൊട്ടിക്കും. അടി കൊണ്ട് പവർ സ്റ്റാർ 2 കാലി കുത്തിയിരുന്ന് അങ്ങ് ധ്യാനിക്കാൻ തുടങ്ങും. ജസ്റ്റ് പവർ കേട്ടാനുള്ള ഒരു ബ്രേക്കാണ്. പിന്നെ പവർ സ്റ്റാർ എഴുന്നേറ്റ് നിന്ന് ഓരോരുത്തരായിട്ട് കുത്താൻ തുടങ്ങും. അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ. എല്ലൊടിച്ച് 2 ആക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പല്ലൊടിച്ച് 2 ആക്കണമെങ്കിൽ അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 110 KB പവർ ഉണ്ടാവണം.
അങ്ങനെ വക്കത്ത് വെച്ചിരുന്ന വിളക്കിനിട്ടൊരു തട്ട് അത് പടിഞ്ഞാറ്റോട്ട് പറഞ്ഞു ചെന്ന് കരിഞ്ഞ് ചെന്ന് ഹാഫ് ട്രീൽ ഇടിച്ച് തെക്കോട്ട് നോക്കുന്ന ഗുണ്ടയുടെ മുഖത്ത് തന്നെ ചെന്നടിക്കും. ഇതിപ്പോൾ ചുമ്മാ കുപ്പി എടുത്ത് എറിഞ്ഞാൽ പോലെ നിങ്ങൾ ചോദിക്കാം. പക്ഷേ കാര്യങ്ങൾ അത്ര സിമ്പിൾ ആവുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് എപ്പോഴും ലോങ് റൂട്ടാണ് ഇഷ്ടം. ഇപ്പം തന്നെ ആലോചിച്ച് പവർ സ്റ്റാറിനെ കിട്ടാനായിട്ട് 36 നമ്പർ 5 ആൾക്കാർ ഒരു പേഴ്സണിന് പാതിയും വേണ്ടി വന്നില്ലേ. ഇനി അങ്ങേൻ്റെ ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ തിരിച്ചും പോകണം. എന്തായാലും കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം പവർ സ്റ്റാർ വണ്ടി കയറി നേരെ കാശിക്ക് പോകണം. അപ്പോൾ നമ്മുടെ ലീഫ് ഡാഡി ആക്ച്വലി നമ്മുടെ പവർ സ്റ്റാറിൻ്റെ ഡാഡിയാണ്. ലീഫ് ഡാഡിയുടെ ആഷസ് ഗാഞ്ചസിൽ ഒഴിക്കാൻ ബോട്ടിൽ ചെന്നിറങ്ങിയിട്ട് വഴിയെ കൂടെ പോകുന്നതിനും വരുന്നതിനൊക്കെ ഒരുമാതിരി മറ്റേ പിള്ളേരെ പിടുത്തക്കാർ സ്കെച്ച് ഇടുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് തുറച്ചു നോക്കും. ട്രങ്കോളൊക്കെ വിളിച്ച് വരുത്തിയല്ലേ. അപ്പോൾ എന്തായാലും പവർ സ്റ്റാർ റിവെഞ്ച് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ടീമിനെ കൊണ്ട് ഒരു ഗോഡ് ഓൺ വാടക എടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പുറത്ത് വില്ലന്മാർ PW വർക്കൊക്കെ ചെയ്ത് ക്ലവറായിട്ട് കൊല്ലുന്നതുകൊണ്ട് ഈഗോ അടിച്ചിട്ട് പവർ സ്റ്റാർ അതിനേക്കാൾ ഗംഭീരമായിട്ട് എന്തോ ഒരു റിവെഞ്ച് പ്ലാൻ ചെയ്യാൻ പോവുകയാണെന്ന്. പക്ഷേ അങ്ങേർക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഡിയോയിൽ സംസാരിച്ച 2 പേര്, അതായത് വർമ്മയും ശർമ്മയും ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചവിട്ടി താഴെ ഇടാൻ മാത്രം വലിയൊരു റീസണാണ്. അപ്പം നിന്റെ തന്തയെ കാച്ചി ഒന്നൊരു റീസൺ അല്ലേ? ഓഡിയോ കേട്ടു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് അവർ തന്നെയാണോ എന്ന് പവർ സ്റ്റാറിന് കൺഫേം ചെയ്യണം. അപ്പോൾ അങ്ങേർക്ക് അറിയേണ്ടത് ലീഫ് ഡാഡിയെ കൊല്ലുന്ന സമയത്ത് ആരുടെ ഫോണിൽ നിന്നാണ് അവർ സംസാരിച്ചതെന്നാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ഫോണിൽ ഇന്റർനാഷണൽ കോൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയെന്നാണ് പവർ സ്റ്റാർ പറഞ്ഞത്. അതായത് കഷ്ടപ്പെട്ട് വാടക കൊണ്ടൊക്കെ അയച്ച് കൊല്ലുന്നവരൊക്കെ സ്വന്തം കോളിൽ നിന്ന് തന്നെ വിളിച്ച് ഗുഡ് ബൈ പറയുമല്ലോ. പക്ഷേ അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഒന്നിൽ ഫോൺ ബില്ല് എടുപ്പിക്കാം, അല്ലെങ്കിൽ ഫോൺ അടിച്ച് മാറ്റാം, അല്ലെങ്കിൽ ഫോൺ ഹാക്ക് ചെയ്യാം. ഇതൊക്കെ ഈസി ആയിട്ടുള്ള വളരെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലേ. പവർ സ്റ്റാറിന് ലോങ് റൂട്ടുകളാണ് ഇഷ്ടം. അപ്പോൾ അതിനായിട്ട് അങ്ങനെ 2 പേരും വർക്ക് ചെയ്യുന്ന ലീഫ് ഡാഡിയുടെ ഓഫീസ്, അതായത് നമ്മുടെ പവർ സ്റ്റാറിൻ്റെ തന്നെ ഓഫീസിൽ ഇന്റർവ്യൂവിന് പോകും. പവർ സ്റ്റാർ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഈ പടത്തിലെല്ലാം ലോങ് റൂട്ട് ആയതുകൊണ്ടാണ് ചുമ്മാ ടെലിഫോൺ ബില്ലൊക്കെ എടുക്കാൻ പറ്റുന്ന പരിപാടിക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകുന്നത്. ആ ഇന്റർവ്യൂ ആണെങ്കിൽ അതിനേക്കാൾ രസം. ഇന്റർവ്യൂവിന് വന്നൊരുത്തന്നെ പിടിച്ച് കെട്ടിയിട്ട് അപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്ത് ഓഫീസ് ബോയ് ലിഫ്റ്റിൽ കൊടുക്കി ആപ്ലിക്കേഷൻ മാറ്റി ചെവിയിൽ ബ്ലൂടൂത്തും ഫെറോറോ റോഷറിൽ ട്രാൻസ്മിറ്ററും വെച്ചുകൊണ്ട് പവർ സ്റ്റാർ ചെല്ലും. പവർ സ്റ്റാർ പവർ എത്ര കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടോ. മുട്ടായി പെട്ടി വഴി കൂടെ പോയ ഏതോ ഒരുത്തന്നെ ആർക്കോ എടുത്ത് കൊടുത്തു, അത് ഇന്റർവ്യൂ റൂമിനകത്ത് പോയി. പക്ഷേ സെക്യൂരിറ്റി ചെയ്യുന്നവൻ എന്തിനും കണ്ടിട്ടുണ്ടായിരുന്നു 11 ജാമ്പയ്ക്ക വലുപ്പത്തിലുള്ള ബ്ലൂടൂത്ത് ഊരി കളയാൻ പറയും. അപ്പോൾ പവർ സ്റ്റാറിന്റെ പ്ലാൻ ഫെയിൽ ആയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വേറെ മോഡ് ഓഫ് പവറും ഉണ്ട്. അതായത് ബ്ലൂടൂത്ത് ഇത്രയും വലിയ സാധനം വേണ്ടാണല്ലോ സെക്യൂരിറ്റി ഊരി കളയാൻ പറഞ്ഞു. അതുകൊണ്ട് പവർ സ്റ്റാർ നേരെ ചോദ്യം ചോദിക്കുന്നവരുടെ കാലിനടി ചെന്നിരുന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം അപ്പം ഇത്തിരി പോകുന്ന ഐപാഡിൽ നോക്കി ഉത്തരം പറയും. എന്തായാലും ഇന്റർവ്യൂ ഉത്തരങ്ങളുടെ സ്പീഡ് കണ്ടിട്ട് വണ്ടറടിച്ച ആൾക്കാർ പവർ സ്റ്റാറിന് ജോലി കൊടുക്കും. സാലറി എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫെറോറോ റോഷർ മതിയെന്ന് പറഞ്ഞ് മുട്ടായി എടുത്തുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുചെന്ന് ട്രാൻസ്മിറ്റർ പുറത്തെടുത്ത് 2 കൂടെ ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടും. ഇപ്പം തന്നെ ഈ മുട്ടായി അവിടെ തന്നെ കളയണമെന്നില്ല, പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് ചുമ്മാ കളഞ്ഞാലും മതി. പക്ഷേ അത് അവിടെ തന്നെ ഇട്ടതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായി. അഭിനയിച്ച് തകർക്കുന്ന അനു ചേച്ചിയെ കാണാൻ പറ്റി. ചേച്ചി ശർമ്മയുടെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പവർ സ്റ്റാർ കയറി അങ്ങ് മുട്ടും. ഇതേപോലെ വർമ്മയുടെ മകളുമായിട്ടും കയറി മുട്ടും. അതാണെങ്കിൽ അനു ചേച്ചിയേക്കാൾ ഭീകരമായിട്ട് അഭിനയിക്കുന്ന കീർത്തി ചേച്ചി. അനു ചേച്ചിക്ക് പവർ സ്റ്റാറിനെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്. അങ്ങനെ കറണ്ട് കൺട്രോൾ ചെയ്യാനുള്ള പവർ വെച്ച് ലൈറ്റ് ഓണും ഓഫും ചെയ്ത് ലൈറ്റ് ഉള്ളപ്പോൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ലൈറ്റ് പോകുമ്പോൾ ചേച്ചിയുടെ എക്സിനെ ഇടിച്ച് 5 ലക്ഷം രൂപ തിരിച്ചു മേടിച്ചു കൊടുക്കും. പക്ഷെ കീർത്തി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് പവർ സ്റ്റാറിന്റെ നാണമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റിന് ഇന്ത്യ ചൈന റിലേഷൻസിനെ പറ്റിയുള്ള ചോദ്യം ചോദിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഇനി അവിടെ നടക്കാൻ പോകുന്നത് യുദ്ധമാണെന്ന്. പക്ഷേ യുദ്ധം ചേച്ചിമാർ തമ്മിലാണെന്നേ ഉള്ളൂ, ഫസ്റ്റ് റാങ്കിന് വേണ്ടി. പിന്നെ അങ്ങോട്ട് ചേച്ചിമാരുടെ ശൃംഗാരം അത് കണ്ടുള്ള പവർ സ്റ്റാറിന്റെ നാണോ എല്ലാം കൂടെ ഒരുമാതിരി മറ്റേ ചോറ്റാനിക്കരയിൽ പേറ്റു പോകുമെന്ന് പറഞ്ഞ പോലെ കണ്ടിരിക്കാൻ രസമുള്ള കുറേ പ്രണയ നിമിഷങ്ങൾ. ഐ ലവ് യു. ഐ ടു ലവ് യു. 3 ലവ് യു. അങ്ങനെ ഈ മരഞ്ചുറ്റി പ്രേമിക്കുന്ന സമയത്താണ് പവർ സ്റ്റാർ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. വർമ്മയും ശർമ്മയും ശരിക്കും ഇന്നസെന്റ് ആണ്. അവരെവിടെയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് ഒരുമിച്ചാക്കി ഒരു ക്ലിപ്പാക്കി ലീഫ് ഡാഡിയുടെ ഫോണിനകത്ത് വിട്ട് പവർ സ്റ്റാറിനെ വഴിതെറ്റിക്കാൻ ആരോ ശ്രമിക്കുകയാണെന്ന് പവർ സ്റ്റാറിന് മനസ്സിലാവും. അപ്പോൾ ദർ ഇസ് അനദർ വില്ലൻ. എല്ലാത്തിനും ലോങ് റൂട്ട് എടുക്കുന്ന പവർ സ്റ്റാറിന് എല്ലാത്തിനും ഷോർട്ട് കട്ട് എടുക്കുന്ന ആദി സാറാണ് വില്ലൻ. അതായത് ആദ്യം സാർ ഒരു ഡീൽ സൈൻ ചെയ്തു. പക്ഷേ ഒപ്പിട്ട മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനേക്കാൾ നല്ലൊരു ഡീൽ കിട്ടി. അപ്പം തന്നെ അവരെ തട്ടി ആ പേപ്പറും കത്തിച്ചു. പവർ സ്റ്റാർ ആയിരുന്നെങ്കിൽ ഇതേ കാര്യത്തിന് ആദ്യം അവരുടെ കമ്പനി കയറി കൂടി പിന്നെ പ്രേമിച്ച് നാണിച്ച് ഏങ്കോണിച്ച് എല്ലാം കൂടി ഒരു 10 മാസം എടുക്കുന്ന കാര്യം ആദ്യ സാർ വെറും 10 സെക്കൻഡ് ചെയ്തു. പക്ഷേ ഈ കാര്യത്തിലൊക്കെ ഉള്ള ഒരു ബുദ്ധിയും സാമർത്ഥ്യം ആദ്യ സാറിന് ബാക്കി കാര്യങ്ങളില്ല. അങ്ങനെ പവർ സ്റ്റാറിനെ കൊല്ലാൻ കുറേ ഗുണ്ടകളെ അങ്ങനെ വീട്ടിലോട്ടേക്കുക. ആ അയച്ച ഗുണ്ടകളൊക്കെ ആണെങ്കിൽ വൻ ടീംസാണ്. കൊല്ലാൻ വിട്ടപ്പോൾ വീടിനകത്ത് തോക്കം കൊണ്ട് കയറിയിട്ട് ഹാൻഡ്സ് അപ്പ് എന്ന്. എന്തായാലും ലീഫ് ഡാഡിയെ തട്ടിയവൻ കൂടെ ഉള്ളവർ ചത്താലും വേണ്ടില്ല കുശുവിനെ തട്ടണമെന്ന് അങ്ങ് ഫിക്സ് ആയി. എന്നിട്ട് പാത്തിരുന്നിട്ട് എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് പവർ സ്റ്റാറും കൂടെ കേൾക്കുന്ന രീതിയിൽ ഒരു എസ്സേ അങ്ങ് പറയും. എനിക്കും നിനക്കും തമ്മിൽ 2 അടി ദൂരം, തോക്കിൽ ബാക്കിയുള്ളത് ഒരു വെടിക്കുള്ളുണ്ടാ. ഞാൻ ചത്താലും ഈ കത്തി വെച്ച് വെടികൊള്ളുന്നതിന് മുന്നേ നിന്നെ ഞാൻ കൊല്ലും. അല്ല ഗുണ്ടാ സാർ, ഈ വിളിച്ചു പറയാതെ വെടിവെക്കാൻ പറ്റില്ലേ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. അതായത് ലീഫ് ഡാഡിയുടെ ആദ്യത്തെ ഭാര്യയിലെ മോനാണ് പവർ സ്റ്റാർ. ഭാര്യയെ കൊല്ലുമെന്ന് പേടിച്ച് പ്രഗ്നന്റ് ആയ ഭാര്യ അങ്ങേരെ ദൂരേക്ക് മാറ്റി. ഭാര്യ പ്രസവത്തിൽ മരിച്ചു. പക്ഷേ അങ്ങേർക്ക് ഒരു മോനുണ്ടെന്ന് അറിഞ്ഞാൽ എതിരാളികൾ കൊല്ലുമെന്നുള്ളതുകൊണ്ട് അങ്ങേര് പവർ സ്റ്റാറിനെ ഒളിപ്പിച്ച് വളർത്തും. എന്നിട്ട് പോയി നല്ല അന്തസ്സായിട്ട് ഖുശ്ബുവിനെ കിട്ടും. ആ ബന്ധത്തിൽ ഇങ്ങേർക്ക് വേറൊരു മകനും ഉണ്ട്. അവനെ ഇങ്ങേര് ഒളിപ്പിക്കുന്നുമില്ല. അപ്പോൾ ചോറ് തിന്നുന്നവൻ മിനിമം കോമൺ സെൻസ് വെച്ച് ചോദിക്കുക, അതെന്താടാ ഞാനും എൻ്റെ മോനും ചത്താത്ത എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
പക്ഷേ ഖുശ്ബു മേഡത്തിന് സ്വന്തം മകനേക്കാൾ സ്നേഹം പവർ സ്റ്റാറിനോടാണ്. അതുകൊണ്ടാണ് ലീഫ് ഡാഡി ഡെഡ് ആയ ഉടനെ റിവെഞ്ച് ചെയ്യാനായിട്ട് പവർ സ്റ്റാറിനെ തിരിച്ചു വിളിച്ചത്. അപ്പോൾ ആ കമ്പനി കൈക്കലാകാനാണ് ആദി സാർ ലീഫ് ഡാഡിയെ മോനെയും തട്ടിയത്. എന്തായാലും ആദി സാറാണ് വില്ലനെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനിയിപ്പോൾ പഴയ പോലെ മരം ചുറ്റി പ്രേമിച്ച് നടന്ന സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതുവരെ കമ്പനിയിലോട്ട് ലോങ് റൂട്ട് എടുത്ത് ചുറ്റി വളഞ്ഞ് പോയിക്കൊണ്ടിരുന്ന പവർ സ്റ്റാർ റോട്ടിൽ കൂടെ പോയ ബൈക്കുകാരനെയൊക്കെ തെറിപ്പിച്ച് ഷോർട്ട് കട്ടിൽ ഓഫീസിലോട്ട് കയറി ചെന്നിട്ട് അങ്ങനെയാണ് കമ്പനിയുടെ ഓണർ എന്ന് പറയും. എന്നിട്ട് കാലും കവിച്ച് സോഫയിൽ ഇരുന്നിട്ട് ബെൽറ്റ് വെച്ച് BDS അങ്ങ് തുടങ്ങും. ഇത് കഴിഞ്ഞ ഉടനെ കീർത്തി ചേച്ചിയുടെ പെണ്ണ് കാണൽ, അത് കഴിഞ്ഞ് അനു ചേച്ചിയുടെ ആണ് കാണൽ, പിന്നെ പവർ സ്റ്റാറിൻ്റെ പാട്ട് പാടൽ വിത്ത് മരണ ഡാൻസ്. അല്ല പവർ സ്റ്റാർ, നമുക്ക് ഡാഡിയെ കൊന്നതിന് റിവെഞ്ച് ചെയ്യണ്ടേ? നമ്മളിപ്പോ എന്തിനാ അതൊക്കെ ആലോചിക്കണേ? അതൊക്കെ ആലോചിക്കാൻ ധാരാളം സമയമുണ്ടല്ലോ. ഇനി പവർ സ്റ്റാർ ഇങ്ങോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാൻ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായ ആദ്യ സാർ നേരെ അവരുടെ ബോർഡ് റൂമിലോട്ട് കയറി ചെന്നിട്ട് ലീഫ് ഡാഡി തന്നെയാണ് പവർ സ്റ്റാറിൻ്റെ തന്തയെന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കും. അങ്ങേര് ചോദിക്കുന്ന ഒരു തെളിവാണ്. മറ്റേ നമ്മുടെ ഇതേ ഇട്ട പേരാണ് മാണിക്യം. ആ ലൈനിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കണ്ടു നോക്കി. അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടോന്ന് പവർ സ്റ്റാറിനും അറിഞ്ഞൂടാ. പക്ഷെ അപ്പോഴാണ് ലീഫ് ഡാഡി കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് മൊത്തം സ്വത്തുക്കളും പവർ സ്റ്റാറിന്റെ പേരിൽ എഴുതി വെച്ചൊരു വിൽപത്രം ഉണ്ടെന്ന് ഇവരെ ഓർത്തത്. അത് എവിടെയാ പക്ഷെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആർക്കും അറിഞ്ഞില്ല. സഡൻലി അറ്റ് ദാറ്റ് മൊമെന്റ് ആണ് പവർ സ്റ്റാറിന് പെട്ടെന്നൊരു കാര്യം കത്തിയത്. അങ്ങേരെ പോലെ തന്നെ അങ്ങേരുടെ ഡാഡിയും ലോങ് റൂട്ടിന്റെ ആളാണ്. പവർ സ്റ്റാർ ഉടനെ അങ്ങേരുടെ ലോക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ ദാണ്ട് അതിൽ ബൾഗേറിയയുടെ മാപ്പ്. അപ്പോൾ സാധനം എന്തായാലും ബൾഗേറിയയിലെ ഏതോ ലോക്കറിലുണ്ടെന്ന് പവർ സ്റ്റാർ ഉറപ്പിച്ചു. പക്ഷേ ആ ലോക്കർ തുറക്കാനുള്ള കോഡ് ചട്ടിപ്പോയ അനിയന്റെ വാച്ചിന്റെ പുറകിലാണ്. എന്തായാലും പവർ സ്റ്റാർ വണ്ടി എടുത്ത് ലോക്കറ്റും വാച്ചും പിന്നെ 2 ചേച്ചിമാരെയും കൊണ്ട് ബൾഗേറിയയിൽ ട്രിപ്പിന് പോകും. ചേച്ചിമാരാരാ മക്കള്? പവർ സ്റ്റാറിനെ വീഴ്ത്താൻ പവർ തന്നെ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് 2 പക്കത്തുനിന്ന് ഓരോ ലാമ്പ് എടുത്ത് അങ്ങനെ തലയിൽ അടിച്ച് പൊട്ടിച്ചിട്ട് വില്ലും എടുത്തുകൊണ്ട് പോകും. എന്തായാലും വില്ലില്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ പവർ സ്റ്റാർ മോനാണെന്ന് തെളിയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ആദ്യ സാർ CEO ആവാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പവർ സ്റ്റാർ ഒറിജിനൽ വില്ലുമായിട്ട് വരും. അവസാനം പിന്നെ അടിയായി വെടിയായി പിടിവലിയായി ഗതി കെട്ടിട്ട് അവസാനം സ്വർഗസ്വനായ ലീഫ് ഡാഡിയോട് വരെ അപേക്ഷിക്കും കമ്പനി വിട്ട് തരാൻ. പക്ഷേ ഒരു ഫലവുമില്ല. ഇനിയിപ്പോൾ ഒരൊറ്റ കാര്യം ബാക്കിയുള്ളൂ, റിവെഞ്ച്. അങ്ങനെ കൊടുക്കുമ്പോൾ പവർ സ്റ്റാർ ആദ്യ സാറിനെ ആളില്ലാത്ത ഐലൻഡിൽ ടൂറിന് വയ്ക്കുന്നിടത്ത് പടം തീർന്നു. എല്ലാ വീഡിയോയുടെ ഒടുക്കത്തിൽ ഏതെങ്കിലും ഒരു പടത്തിന്റെ ട്രെയിലർ ഇട്ടിട്ട് അടുത്ത വീഡിയോയിൽ വന്നിട്ട് ആ പടം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് കാരണം പറയാനാണെങ്കിൽ ട്രെയിലർ ഇടാതിരുന്നാൽ പോരെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇന്ത്യയിൽ എത്രയോ മികച്ച കൾട്ട് ക്ലാസിക്കുകൾക്കൊക്കെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ട് ഒരു വിവരമില്ലാതിരിക്കുന്നു. അതേപോലെ ഒരു പടം ഞാൻ ഇനി എടുത്ത് കണ്ടു. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി.